എങ്ങനെയാണ് ഷെയ്ത്താൻ നമ്മളിലേക്ക് ഷെയ്ത്താൻ്റെ എൻട്രൻസ് എങ്ങനെയാണ്, നമ്മുടെ ശരീരത്തേക്ക് എങ്ങനെയാണ് ഷെയ്ത്താൻ കയറുക എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന വിഷയം. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു മുറിയാണ്, ഒരു കോട്ടയാണെന്ന് നമ്മൾ വിചാരിക്കുക. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു കോട്ട, ഒരു മുറിയാണെന്ന് വിചാരിക്കുക. അതിൽ എവിടെയെങ്കിലും ഒരു പൊത്തുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ആര്? ഷെയ്ത്താൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ. അതായത് ഇപ്പം നമ്മുടെ ഈ ഒരു പള്ളിയുടെ ചുമരിനുകൾക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എത്രയുണ്ട്? 7 ഡോറുണ്ട്. ഈ 7 ഡോറിൽ ഏതെങ്കിലും ഒന്ന് തുറന്നു കിട്ടുമോ എന്ന് നോക്കി നടക്കുക കാര്യം ഷെയ്ത്താൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ നമ്മൾ ഓട്ടോമാറ്റിക് ഡോർ വെച്ചിരിക്കണേ. ഒരാൾ കയറുമ്പോഴത്തേനും അങ്ങോട്ട് അടയാൻ വേണ്ടിയിട്ട്, ഷെയ്ത്താൻ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ഒരു ദീർഘവീക്ഷണേ മാഷാ അല്ലാത്തല വർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഇതേപോലെ നമ്മുടെ കൽബിലേക്ക് ഷെയ്ത്താൻ കയറുന്ന റൂട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് ഇങ്ങനെ നോക്കി നടക്കും, എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടോ നോക്കി ഇങ്ങനെ നടക്കും. ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ചെല്ലും. അതിൽ ഒന്നാമത്തെ എന്താ, ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇത് പറയുന്നുണ്ട്. മദാഖിലു ഷെയ്ത്താൻ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ ഗസാലി ഇമാമിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ഷെയ്ത്താൻ നമ്മളിലേക്ക് വരിക. ഒന്ന്, അൽ ഗളബു വശഹുവത്തു, ദേഷ്യം വന്നാൽ ഇബ്ലീസ് പെട്ടെന്ന് നമ്മിലേക്ക് വരും. നമുക്ക് ദേഷ്യം വരിക, നമുക്ക് വികാര ചിന്തകൾ വരിക, ഇതൊക്കെ വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ഇബ്ലീസ് നമ്മിലേക്ക് വരും. ദേഷ്യം വന്നാൽ പറയുന്ന വാക്കുകൾ ഭയങ്കര പ്രശ്നക്കാരം. എന്തൊക്കെയാ പറഞ്ഞു പോവുക? ചില മനുഷ്യന്മാർ ദേഷ്യം വന്നാൽ ത്വലാഖിൽ പോവും. ഈ ത്വലാഖിനെ അസ്ഥാനത്ത് ഉപയോഗിക്കുന്ന കുറേ ആളുകളുണ്ട്. ത്വലാഖ് എന്ന് പറഞ്ഞ ചില ആൾക്കാരുടെ വിചാരം, ഞാൻ നിന്നെ 3 ത്വലാഖ് ചൊല്ലി എന്ന് ഭാര്യനോട് പറഞ്ഞാലാണ് ത്വലാഖ് സംഭവിക്കുക എന്നാണ് ചില ആൾക്കാരുടെ വിചാരം. അതൊക്കെ വെറും വിചാര. ത്വലാഖിന് 2 രൂപത്തിലുള്ള കലിമത്തുകളുണ്ട്. സ്വരീഹായ കലിമത്തുണ്ട്, അതായത് ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി എന്ന് ഡയറക്റ്റ് പറയണതുണ്ട്. കിനായത്ത് കൊടുക്കണതുണ്ട്. എങ്ങനെ? വ്യംഗ്യമായ രൂപത്തിൽ, പ്രത്യക്ഷത്തിൽ പറയാത്തത് ത്വലാഖ്. ഏതുപോലെ ഭാര്യൻ്റെ അടുത്ത്, എനിക്കിനി നിന്നെ ആവശ്യമില്ല, നീ നിന്റെ വീട്ടിൽ പോയിക്കോ. അത് ത്വലാഖിന്റെ സീഗയിൽ പരിഗണിക്കപ്പെടും. ലസ്തേ, അത് ത്വലാഖിന്റെ സീഗയിൽ പരിഗണിക്കപ്പെടും. ദേഷ്യം വരുന്ന സമയത്ത് ഭാര്യൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ നിൽക്കരുത്. പിന്നെ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണ് ത്വലാഖ് സംഭവിക്കൂല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ദേഷ്യം വരുമ്പോഴേക്ക് ഭാര്യനെ മൊത്തമൊക്കെ ഇട്ട് എനിക്കെന്നെ വേണ്ട, എൻ്റെ വീട്ടിൽ പോയിക്കോ, ത്വലാഖ് സംഭവിക്കും. ഞാൻ ഒഴിവാക്കി, ഈ പോയിക്കോ, ത്വലാഖ് സംഭവിക്കും. അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് ഭാര്യമാരോട് എന്തെങ്കിലും ഒന്നും വിളിച്ചു പറയാനൊന്നും പറ്റൂല. അതാണ് ദേഷ്യം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശൈത്താൻ നമ്മളെ പഴപ്പിക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് ദേഷ്യം വരുന്ന സമയമായിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ദേഷ്യം വന്ന ഒരാളെ പോയി നമ്മൾ അടിക്കും, കുട്ടികൾ ദേഷ്യം വന്നാൽ നമ്മൾ തല്ലും, വാക്കുകൊണ്ട് ചീത്ത പറയും. ഒന്നും ചെയ്യാൻ പാടില്ല. ദേഷ്യം വരുന്ന സമയത്ത് ഏറ്റവും നല്ലത് അവിടെ പരിഹാര മാർഗങ്ങൾ പറയണ്ടല്ലോ. ഒന്നിരിക്കലും അവിടെ നിന്ന് മാറിപ്പോവുക, ആ സ്ഥലത്ത് നിന്ന് പോവുക. ദേഷ്യം വരികയാണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവുക. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ അപ്പുറത്തൂടെ ചിലപ്പോൾ പറയുണ്ടാവും, ഞാൻ അവിടുന്ന് പോന്നിട്ടില്ലെങ്കിലേ എൻ്റെ മോത്തിൻ്റെ കൈ ഉണ്ടാന്ന് പറയും. അപ്പം ഈ ചെയ്ത ഏറ്റവും നല്ല കാര്യം അവിടുന്ന് പോകുന്നതാണ്. വലക്കൽ ജന്ന, നിനക്ക് സ്വർഗം ഉണ്ട് അവിടെ. അപ്പം ഈ ചെയ്ത കാര്യം ഏറ്റവും നല്ലത് അവിടുന്ന് പോരലാണ്. അങ്ങനെ കൊടുത്തിട്ട് പിന്നെ എന്ത് പറഞ്ഞു കാര്യം ഉണ്ടല്ലോ, അത് മായൂല. പറഞ്ഞിട്ട് പിന്നെ എന്താണ് കാര്യം മായൂല. അപ്പം ദേഷ്യം, ഇപ്പോൾ ഭാര്യമാരത്തൊക്കെ ദേഷ്യം വന്ന ഏറ്റവും നല്ല എന്താ, ഫോൺ അതടപ്പം വരുന്ന പറഞ്ഞ പേരിന്ന് പുറത്തേക്കാണ് പോരുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ചൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഒക്കെ ഓക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്നാൽ പിന്നെ ഫുള്ള് പ്രശ്നമായി. അയലോക്കാർ മണ്ടിക്കൂടലായി, ഓളോളം വാപ്പാക്ക് വിളിക്കലായി, ഉമ്മാക്ക് വിളിക്കലായി, നമ്മളോളം വലിയപ്പാക്ക് വിളിക്കലായി. എന്തിനാ വെറുതെ വിഷയം ഉണ്ടാക്കാൻ നിൽക്കണം? ഏറ്റവും നല്ല അവിടെ നിന്ന് മാറിപ്പോയാൽ മതിയല്ലോ. അപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. അവിടെ ഉണ്ടല്ലോ, ഒരാൾക്ക് ദേഷ്യം വന്നാൽ അയാൾ എന്ത് ചെയ്യട്ടെ, ഒതു കൊടുക്കട്ടെ. അപ്പോൾ അയാളെ ദേഷ്യം പോകുന്നതാണ്. നമ്മൾ ഒതു കൊടുത്തന്നെ ദേഷ്യം പോകാത്ത അറിയോ? എന്താ നേരാവണ്ണം ഒതു കൊടുക്കാത്തതുകൊണ്ട്. നേരാവണ്ണം ഒതു കൊടുത്താൽ ദേഷ്യം പോവും. നമ്മുടെ ഒതു അങ്ങനല്ലല്ലോ. നമ്മുടെ ഒതു പെട്ടെന്ന് എടുക്കൽ കഴിയുന്ന ഒരു സംഭവമാണല്ലോ. അങ്ങനെയല്ല, നേരാവണ്ണം ഒതു കൊടുത്താൽ ദേഷ്യം പോവും. നേരാവണ്ണം ഒതു കൊടുക്കണം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പാലിച്ച്. എന്നിട്ട് നിന്റെ ദേഷ്യം പോയില്ലേ, 2 റക്അത്ത് നിസ്കരിക്കണം. നമ്മളാ സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ അല്ലാഹു അക്ബർ തക്ബീർ ഇട്ടിട്ട് കലിപ്പം അങ്ങോട്ട് തീരുന്നില്ലല്ലോ എന്നിട്ട് നമ്മൾ നിസ്കരിക്കുക. കയ്യൊക്കെ ഇതാണ് കെട്ടയച്ചെന്നു പോയി കൊടുത്താൽ ദേഷ്യം തീരുന്നില്ലല്ലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാ അള്ളാന്റെ അടുത്ത കരള കലിപ്പ് മൊത്തം തീർക്കുക. അങ്ങനെയല്ല, നിസ്കാരത്തിന്റെ മധുരം അറിഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കരിക്കണം. നിസ്കാരത്തിൽ എന്താ ചൊല്ലണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അള്ളാഹ് ശൈത്താന്റെ ശരണത്തെ തൊട്ട് കാവൽ തേടണം. അങ്ങനെ അർത്ഥറിഞ്ഞുകൊണ്ട് നിസ്കരിച്ചാൽ ദേഷ്യം പോവും. ഇനി അതും പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുക? കടന്നുറങ്ങുക. അതാണല്ലോ പറഞ്ഞത്. എന്നിട്ടും ദേഷ്യം പോയില്ലേ, ഉറങ്ങുക. ഒന്ന് സുഖമായിട്ട് ഉറങ്ങുക. ഉറങ്ങി നീക്കുമ്പോഴത്തിന് അന്തരീക്ഷം ശാന്താവും. അങ്ങനെയാണ്, ഉറങ്ങി നീക്കുമ്പോഴേക്ക് അന്തരീക്ഷം എന്തെയും ശാന്താവും. ആ സമയത്ത് ആ ഒരു ഫോണൊന്നും നോക്കരുതിട്ടാ.
ഈ ദേഷ്യം വരുന്ന സമയത്ത് ചില ആൾക്കാർ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് തുറക്കുമ്പോഴൊക്കെ അമ്മയിൽ ഒരു റീല് വരുന്നത് ഇങ്ങനെ ദേഷ്യം വരുന്നു, പെണ്ണുങ്ങളെ മുഖത്തൊക്കെ ഒന്ന് കൊടുക്കണു, ഇത് അഭിനയക്കാരം. ഇതേപോലെ ബൊമ്പ് ഇട്ട് കൊടുത്താലോ, പഠിച്ചോൻ കാക്കട്ടെ. രണ്ടാമത്തെ കാര്യം അൽ ഹസദു. എന്താണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ? അസൂയ വരിക, മറ്റൊന്ന് അലച്ച വരിക. പൈസ 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 എന്നുള്ള ചിന്ത തന്നെ. തറാവീന് വാ, ഈ സമയത്ത് കട തുറന്നാൽ ഒരു ഇത് കിട്ടും, അങ്ങോട്ട് പോവാം. പൈസ എന്ത് ചെയ്താലും പൈസ, എന്ത് ചെയ്താലും ചിന്തിക്കും എന്താണ് എൻ്റെ ലാഭം, എന്താണ് എൻ്റെ ലാഭം, ഞാൻ ഈ കാര്യം ചെയ്യാം, വാട്ട് ഈസ് മൈ പ്രോഫിറ്റ്, എനിക്ക് എന്ത് കിട്ടും, എന്തിനും പൈസ. എടാ എൻ്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ട്, നമ്മുടെ മകനൊരു കുട്ടിയാണ്. കുട്ടിയോ? കുട്ടീൻ്റെ തന്നെ കുട്ടീൻ്റെ തന്നെ കല്യാണം ശരിയോ? പിന്നെ അപ്പോൾ നമ്മളാരും എങ്ങനെ, നമ്മളിപ്പോൾ കല്യാണമൊക്കെ ശരിയാക്കി തന്നതല്ലേ, നമ്മളാരും എങ്ങനെ? പൈസ, എല്ലാത്തിനും പൈസ. മനുഷ്യന്മാർ അതിൻ്റെ പിന്നാലെ തന്നെ നടക്കുള്ളൂ. പൈസ 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 പൈസ. അത് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് പള്ളിയും എല്ലാതും എനിക്കിത് കഴിഞ്ഞിട്ടുള്ളൂ. വെള്ളിയാഴ്ച ജുമ്മഴക്കോ ഇങ്ങനെ ഓടാൻ നേരത്ത് പള്ളിക്ക് ജുബൈർ ഉസ്താദ് 1 മണിക്കാണ് എന്ത് ചെയ്യുക, വാളെടുക്കുക. അപ്പോൾ 1 മണി, ഇപ്പോൾ 12:58. ഇപ്പോൾ പോയാലും അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒരു കച്ചവടം നടത്തി പോരാറിട്ട് അവിടെ പോയിട്ട് ഇങ്ങോട്ട് പോകുന്നു. എന്ത് നടത്തിയാലും പൈസ. പൈസക്ക് വേണ്ടി ഇങ്ങനെ അലച്ചിലോട് അലച്ചിൽ തന്നെ, അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക, അലച്ചിലോട് അലച്ചിൽ. വേറെ ചിലർക്ക് അക്കരെ പച്ച ഉണ്ടാവും. ഈ കടയിൽ നിന്നാലേക്കാൾ കുറച്ചുകൂടി സാലറി അപ്പുറത്തെ കടയിൽ കിട്ടും, അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോവാം. അവിടെ നിന്നാലോ അത് ശരിയല്ല, ഒന്ന് ഇങ്ങോട്ട് നിൽക്കാം. ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഈ ബിസിനസ്സിന് ഒരു ദിവസം എത്രേ പ്രോഫിറ്റ് ഉള്ളൂ, ആ ബിസിനസ് ചെയ്യാം, അവ അങ്ങോട്ട് പോവുക. ഇതൊക്കെ ശൈത്താൻ്റെ പണിയാണ്. നമ്മുടെ ഒരു ഭാഗത്ത് നിർത്തില്ല. നമുക്ക് ഇങ്ങനെ അലച്ചിൽ തരുന്ന കാര്യം, ആർത്തി ഇങ്ങനെ തരും. അൽഹാക്കുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. മനുഷ്യന്മാർക്കൊന്നും സമയമില്ലല്ലോ. മനുഷ്യന്മാർക്ക് ക്ലാസ് കേൾക്കാൻ സമയം ഉണ്ടാവില്ല. തറാവിന് ശേഷം വയലുണ്ടെങ്കിൽ പോയി കാര്യം. ഇനിയിപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ചുമഴക്ക് പ്രസംഗം നടക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുക? ഇവിടുന്ന് അങ്ങോട്ട് പോകണം. പുറത്തു പോയി എന്ത് ചെയ്താലും വേണ്ടില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് പുറത്തു പോയി നിൽക്കുക. എന്തിനാ പോയി പുറത്തു വന്നേ? അതൊന്നും അറിയില്ല, പക്ഷെ അവിടെ ഇരിക്കില്ല. സുബിനേശ്വരുടെ ക്ലാസ് നമ്മളിങ്ങനെ നോക്കി തീരാനായല്ലോ, എന്താ തീരാത്തെ? ഇത് കഴിഞ്ഞിട്ട് എന്താ പണി? പണിയൊന്നുമില്ല, ക്ലാസ് തീരണ്ടേ? അല്ല, ക്ലാസ് തീർന്നിട്ട് എന്താ പണി? പണിക്കുവാനൊന്നുമില്ല. എന്നെന്ത് അല്ല തീരുക എന്തിന്? വെറുതെ ഇതന്നെ അലച്ചിലെന്നെ. അതിങ്ങനെ സമയമില്ല, തിരക്കെന്നെ ഫുള്ള് തിരക്കാ. അള്ളാഹു തആല കാക്കട്ടെ. സുന്നത്ത് നിസ്കരിക്കാനൊന്നും തിരക്കില്ല. ചില ആൾക്കാർ സലാം വീട്ടിലേക്ക് പെട്ടെന്ന് നീച്ച് ഓടണാണ്. അസ്സലാമു അലൈക്കും നീച്ച് പെട്ടെന്ന് ഓടും. എല്ലാവരും അങ്ങനെ കാണരുത് കേട്ടോ. ചില ആൾക്കാർ ഈ മൂത്ര സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഉണ്ടാവും. എല്ലാവരും ചില ആൾക്കാർ പെട്ടെന്ന് സലാം വീട്ടിൽ പോകുന്നത് അവർക്ക് ഈ മൂത്രച്ചൂടിൻ്റെ പ്രശ്നമുള്ളവരുണ്ടാവും, മൂത്രത്തെക്കാലുള്ളവരുണ്ടാവും, മുട്ടുവേദന ഉള്ളവരുണ്ടാവും. അവരെക്കുറിച്ചല്ല, ചില വെറുതെ ഫുൾ ആഫിയത്തോ ആരോഗ്യമൊക്കെ ഉണ്ടാവും. പള്ളിയിൽ നീച്ചണം പോവുക. അതെന്താ കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങോട്ട് പോവുക.